ഹലോ എവ്രി വൺ. പാരാബോളയുടെ കൺസ്ട്രക്ഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി നമ്മൾ എലിപ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺസ്ട്രക്ഷൻ മെത്തേഡ്സ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടാണ്. പാരാബോളയുടെ ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡാണ് എസെൻട്രിസിറ്റി മെത്തേഡ്. നമ്മൾ ഓൾറെഡി എലിപ്സിൻ്റെ കേസിലും എസെൻട്രിസിറ്റി മെത്തേഡിനെ ബേസ് ചെയ്തിട്ട് ഫിഗേഴ്സ് വരച്ചിട്ടുണ്ടായി. പാരാബോള പോലെ തന്നെ എലിപ്സും എസെൻട്രിസിറ്റി മെത്തേഡ് ബേസ് ചെയ്ത് വരച്ചിട്ടുണ്ടായി. ഇവിടെ പാരാബോളയുടെ കേസിലും എസെൻട്രിസിറ്റി മെത്തേഡ് ലിറ്റിൽ സിമിലാരിറ്റീസ് ഉണ്ട്, എന്നാലും കറക്റ്റായിട്ട് ഡിഫറൻസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് തെറ്റുകൂടാണ്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസെൻട്രിസിറ്റി മെത്തേഡിനെ ബേസ് ചെയ്തിട്ട് പാരാബോളയുടെ കൺസ്ട്രക്ഷനാണ്. ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എസെൻട്രിസിറ്റി മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നമുക്കറിയാം, പാരാബോളയുടെ എസെൻട്രിസിറ്റിയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് വരാം. കൺസ്ട്രക്ട് എ പാരാബോള വെൻ ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഫോക്കസ് ഫ്രം ദ ഡയറക്ട്രിക്സ് ഈസ് ഈക്വൽ ടു 50 m. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഫോക്കസിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ദൂരമാണ് 50 mm തന്നിട്ടുള്ളത്. അതായത് ഈ സി എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ട്രിക്സിലെ ആ പോയിന്റിൽ നിന്ന് നമ്മുടെ ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് 50 mm എന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഫോക്കസിൽ നിന്ന് പോയിന്റിലേക്കുള്ള ദൂരം ഡിവൈഡഡ് ബൈ പോയിന്റിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ദൂരമാണെന്ന്. ഇവിടെ തന്നിട്ടുള്ള ഡിസ്റ്റൻസ് എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ ഡിസ്റ്റൻസ്, അതായത് ഡയറക്ട്രിക്സിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ്, അഥവാ ഇവിടെ പറയാച്ച CF 50 mm ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, എസെൻട്രിസിറ്റിയുടെ വാല്യൂ 1 ആണ്, വിച്ച് മീൻസ് പോയിന്റിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരവും അതേപോലെ പോയിന്റിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ദൂരവും എന്താണ്, കേസിൽ ഈക്വൽ ടു 1 ആണ്. മീൻസ് രണ്ടും ഈക്വൽ ആണ്. അതായത് PF ബൈ PC എന്നുള്ള രീതിയിൽ നമുക്ക് പോയിന്റിനെ ബേസ് ചെയ്തിട്ട് പറയാം. ഇവിടെ നമ്മൾ വെർട്ടെക്സ് ആണ് എടുക്കാറുള്ളത്. സോ നമുക്ക് VF ബൈ VC എന്ന് പറയാം. അതായത് ആ പോയിന്റ് നമ്മളിവിടെ വെർട്ടെക്സ് ആയിട്ടാണ് ഒരു എൻഡ് പോയിന്റിലായതുകൊണ്ട്. അപ്പോൾ എസെൻട്രിസിറ്റിയുടെ വാല്യൂ 1 ആയതുകൊണ്ട് നമുക്ക് VFൻ്റെ വാല്യൂവും VCൻ്റെ വാല്യൂവും ഈക്വൽ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ടോട്ടൽ ലെങ്ത് VF പ്ലസ് VC 50 ആണ്. അപ്പോൾ VF ഉം VC എത്രയായിരിക്കും? 25 ഈച്ച് ആയിരിക്കും. അതായത് ടോട്ടൽ 50 ആണ്, റേഷ്യോ 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? രണ്ട് ഡിസ്റ്റൻസും ഈക്വൽ ആണ്. വിച്ച് മീൻസ് എന്താണ്, VF എന്ന് പറഞ്ഞാൽ അഥവാ ആ വെർട്ടെക്സിൽ നിന്ന് അല്ലെങ്കിൽ പോയിന്റിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരം എത്രയായിരിക്കും? 25 ആയിരിക്കും. അതേപോലെ നമ്മുടെ വെർട്ടെക്സ് പോയിന്റിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ദൂരം എന്തായിരിക്കും? 25 ആയിരിക്കും. വിച്ച് മീൻസ് VF ഈസ് ഈക്വൽ ടു VC ഈസ് ഈക്വൽ ടു 25. അപ്പോൾ നമ്മൾ V എന്ന് പറഞ്ഞ പോയിന്റ് കണ്ടെത്തി. ഇനി നമ്മൾ ആൾറെഡി കഴിഞ്ഞ മെത്തേഡ് ഡിസ്കസ് ചെയ്ത അതേപോലെ തന്നെ വിക്ക് ശേഷം ഈക്വൽ ഡിവിഷൻസ് കൊടുക്കുക. ഇവിടെ നമ്മളൊരു 6 ഡിവിഷൻസ് കൊടുക്കുന്നുണ്ട്. എല്ലാം ഈക്വൽ ഡിവിഷൻ, അതായത് ഈക്വൽ ലെങ്ത്തിലായിരിക്കും എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, വെർട്ടിക്കലായിട്ട് ഓരോ ലൈൻസ് കൊടുക്കുക. അതായത് 6 ഡിവിഷൻസ് നമ്മൾ ഈക്വൽ ലെങ്ത്തിൽ എടുക്കുക. എന്നിട്ട് ഓരോന്നും ഓരോ വെർട്ടിക്കൽ ലൈൻസ് വരച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അതിനുശേഷമാണ് ആർക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ ആർക്ക് വരയ്ക്കുമ്പോൾ ഇവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആർക്കിൻ്റെ റേഡിയസ് ആയിട്ട് എടുക്കേണ്ടത് ആദ്യത്തെ കേസിൽ C1 എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അതായത് C മുതൽ 1 വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ആദ്യത്തെ കേസിൽ എടുക്കുന്നത്. അതേപോലെ C1 C2 അതേപോലെ ഓരോ ആർക്സ് എടുക്കുക. ലാസ്റ്റ് C6 വരെ എടുക്കുക. അതായത് C1 എന്ന് പറഞ്ഞാൽ C എന്ന് പറഞ്ഞ പോയിന്റ് മുതൽ 1 എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആർക്ക് ലെങ്ത് ആയിട്ട് എടുത്തിട്ട് ഫോക്കസിൽ സെൻറ്റർ ബേസ് ചെയ്യുക. അതായത് നമ്മുടെ ആർക്ക് വരയ്ക്കുമ്പോൾ സെൻറ്റർ ആയിട്ട് എടുക്കേണ്ടത് ഏതാണ്? ഫോക്കസ് ആണ്. ആർക്കിൻ്റെ ലെങ്ത്തോ ആദ്യത്തെ കേസിൽ സിയിൽ നിന്ന് 1ലേക്കുള്ള ദൂരം ആർക്ക് ലെങ്ത് ആയിട്ട് എടുത്തിട്ട് ഫോക്കസിൽ പ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, 1 എന്നിലൂടെ പോകുന്ന ലൈനിൽ ഇതുപോലെ ആർക്ക് വരയ്ക്കുക. ഫസ്റ്റത്തെ കേസിൽ. രണ്ടാമത്തെ കേസിൽ എന്തായിരിക്കും, F സെൻറ്റർ ആയിട്ട് എടുത്തിട്ട് C2 ഡിസ്റ്റൻസ് ആർക്ക് ലെങ്ത്, അതായത് സിയിൽ നിന്ന് 2 വരെയുള്ള ഡിസ്റ്റൻസ് ആർക്ക് ലെങ്ത് ആയിട്ട് എടുത്തിട്ട് 2ലൂടെ പോകുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഓരോ ആർക്ക് കട്ട് ചെയ്യുക. അതായത് F സെൻറ്റർ ആയിട്ട് എടുത്തിട്ട് 2ൽ ആർക്ക്സ് കട്ട് ചെയ്യുക. അടുത്ത കേസിൽ സിയിൽ നിന്ന് 3 വരെയുള്ള ഡിസ്റ്റൻസ്, അഥവാ C3 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആർക്ക് ലെങ്ത് ആയിട്ട് എടുക്കുക. ഫോക്കസിൽ നിന്ന് ഒരു ആർക്ക് വരയ്ക്കുക. അതായത് 3ലൂടെ പോകുന്ന ലൈനിൽ ഓരോ ആർക്സ് വരയ്ക്കുക. സിമിലർലി 4ലൂടെ പോകുന്ന ലൈനിലും 5ലൂടെ പോകുന്ന ലൈനിലും 6ലൂടെ പോകുന്ന ലൈൻസിലൊക്കെ ഓരോ ആർക്ക് വരയ്ക്കണം. അപ്പോൾ ഓർത്തിരിക്കണം എന്താണ്, സെൻറ്റർ ആയിട്ട് എടുക്കേണ്ടത് നമ്മുടെ ഫോക്കസ് ആണ്. അതേപോലെ ആർക്ക് ലെങ്ത് എത്രയാണ്? C1 C2 C3, അതായത് സിയിൽ നിന്ന് 1ലേക്കുള്ള ദൂരം, അതേപോലെ സിയിൽ നിന്ന് 6ലേക്കുള്ള ദൂരം. അത്തരത്തിൽ നമ്മൾ ഒരുപാട് പോയിന്റ്സ് നമ്മൾ കട്ട് ചെയ്യുക വെച്ചാൽ അതെല്ലാം കൂടെ ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പാരബോള ഈസിലി ഫോം ചെയ്യാൻ പറ്റും. കമ്പാരിറ്റീവ്ലി ഈസിയാണ് നമുക്ക് പാരബോളയുടെ കൺസ്ട്രക്ഷൻ. നമ്മുടെ ഓൾറെഡി പഠിച്ചിട്ടുള്ള എലിപ്സിൻ്റെ അത്ര ലെങ്തി അല്ല, പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും. ഇനി ഇവിടുത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ടാൻജൻറ്റും അതേപോലെ നോർമൽ വരയ്ക്കാറുണ്ട്. അപ്പോൾ ഈ Pനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ടാൻജൻറ്റ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, Pയിൽ നിന്ന് ആദ്യം ഫോക്കസിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം ഫോക്കസിൽ നിന്ന്, അതായത് PF എന്ന് പറഞ്ഞിട്ടുള്ള ആ ലൈനിന് 90 ഡിഗ്രി വരുന്നത് അല്ലെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രീതിയിൽ ഒരു ലൈൻ വരച്ചിട്ട് അത് ഡയറക്ട്രിക്സിൽ എവിടെയാണോ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ആ പോയിന്റ് മാർക്ക് ചെയ്യുക.
പിയിൽ നിന്ന് എഫിലേക്ക് ലൈൻ വരച്ചു. ആ എഫിൽ നിന്ന് 90 ഡിഗ്രി എടുത്തിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അത് ഡയറക്ട്രിക്സിലേക്ക് എവിടെയാണോ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ആ പോയിന്റ് ടി എന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, പിയിലൂടെ പോകുന്ന രീതിയിൽ ഇവിടെ ഗ്രീൻ കളറിൽ വരയ്ക്കുന്ന ലൈൻ എന്തായിരിക്കും, ടിയിൽ നിന്ന് പിയിലൂടെ പോകുന്ന രീതിയിൽ വരയ്ക്കുന്ന ലൈന് ടാൻജൻ്റ് ആയിരിക്കും. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ എലിപ്സിൽ പറഞ്ഞ അതേപോലെ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരച്ചാൽ അതെന്തായിരിക്കും, നമ്മുടെ നോർമൽ ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യനിൽ പ്രത്യേകം ടാൻജൻറ്റും നോർമലും വരയ്ക്കാൻ പറയാച്ചാൽ ഈ പ്രൊസീജിയർ ചെയ്താൽ മതി. അല്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ പാരബോള മാത്രം വരയ്ക്കുക. അപ്പോൾ ഇൻ ഷോർട്ട് ഇതിൽ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഈക്വൽ ഡിവിഷൻസ് ആക്കി മാറ്റി. ആർക്ക് ലെങ്ത് എടുത്തിട്ടുണ്ടായിരുന്നത് സിയിൽ നിന്ന് ഓരോ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, മീൻസ് ആദ്യം സിയിൽ നിന്ന് 1ലേക്കുള്ള ഡിസ്റ്റൻസ് ആർക്ക് ലെങ്ത് ആയിരുന്നു C1. എന്നിട്ട് എഫ് സെൻറ്റർ ആക്കി എടുത്തിട്ട് 1ൽ കട്ട് ചെയ്തു. സിമിലർലി ഓരോ ഡിവിഷൻസിലും കട്ട് ചെയ്തിട്ട് നമ്മൾ ആ കിട്ടിയിട്ടുള്ള പോയിന്റ്സ് എല്ലാം കൂടെ ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, പാരബോള കൺസിഡർ ചെയ്യാൻ പറ്റി. സോ ദാറ്റ്സ് ആൾ ഫ്രം മീ. താങ്ക് യു.